നമ്മളിന്ന് വന്നിരിക്കുന്നത് ആലുവയ്ക്കടുത്ത് ചുണങ്ങംവേലി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടുന്ന് ആലുവ സിറ്റിയിലേക്ക് 6 കിലോമീറ്ററാണ്. അതായത് മെട്രോ സ്റ്റേഷനിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും 6 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. തൊട്ടടുത്തായിട്ട് രാജഗിരി ഹോസ്പിറ്റൽ ഉണ്ട്. 1 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. എടുത്തു പറയേണ്ടത് എയർപോർട്ട് ഇവിടുന്ന് 12 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഒരു 20 മിനിറ്റിൻ്റെ ഡ്രൈവ്. ഒട്ടും ട്രാഫിക് ഇല്ലാതെ നമുക്ക് എത്താവുന്ന ഒരു ഏരിയയും കൂടിയാണ്. കാരണം നമ്മൾ സിറ്റി ഒന്നും ടച്ച് ചെയ്യാതെ നമുക്ക് എയർപോർട്ടിലേക്ക് എത്താൻ പറ്റുന്ന നല്ലൊരു ഏരിയയും കൂടിയാണ്. അപ്പോൾ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് വരുന്ന നല്ലൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നുള്ളത്. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം വരുന്നത് 5 സെന്റ് 850 ലിങ്ക്സ് ലാൻഡിൽ 2750 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. മനോഹരമായിട്ടാണ് വീട് ഒരുക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ബൈ റോഡ് ഫ്രണ്ടേജ് ആണ് നമ്മുടെ വില്ല വന്നുള്ളത്. ഇനി ഇതിൻ്റെ മതിലിലേക്ക് വരാം. ഭംഗിയുള്ളൊരു മതിലിന് പാറ്റേൺ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്ക്വയർ ട്യൂബിൻ്റെ വർക്കാണ് ഉടനീളം കൊടുത്തിട്ടുണ്ട്. അത് ഫുൾ ടു ഫുൾ എൻഡ് വരെയും ആ വർക്ക് വരുന്നുണ്ട്. 2 പില്ലറിലും ലൈറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള എലിവേഷനാണ് വന്നുള്ളത്. നേരെ നമുക്ക് കോമ്പൗണ്ടിനകത്തേക്ക് വരാം. നമ്മുടെ കോമ്പൗണ്ടിനകത്ത് തന്നെ 3 വാഹനങ്ങൾ പാർക്കിങ്ങുള്ള സ്പേസ് ഉണ്ട്. പോർച്ചിനകത്ത് ഈസി ആയിട്ടൊരു വലിയ വാഹനം കടന്ന് വീടുകയും ചെയ്യും. പവർ പോയിന്റും വരുന്നുണ്ട്. 2 വശങ്ങളിലായിട്ടും സ്പേസ് ഉണ്ട്. അതായത് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും നമുക്ക് വാഹനം പാർക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് നോർത്ത് സൈഡ്, അത് സൗത്ത് സൈഡാണ്. 2 വശങ്ങളിലേക്കും നമുക്ക് ചുറ്റി സഞ്ചരിക്കാം. ഒന്ന് വരാം. ഇവിടെയായിട്ട് ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. വാട്ടർ കണക്ഷൻ്റെ ലൈൻ ഇവിടെയാണ് വരുന്നത്. KW വാട്ടർ കണക്ഷനും വെയിൽ വാട്ടറും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് നേരെ ഈസ്റ്റ് ഭാഗത്തേക്ക് വരാം. നടക്കുന്ന വഴികളെല്ലാം ടൈല് വിരിച്ചിട്ടുണ്ട്. ഇവിടെയായിട്ടൊരു സർവൻറ്റ് ബാത്റൂം ഉണ്ട്. ഇങ്ങനെ ഒരു ഔട്ട് സൈഡർക്ക് നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിൽ നല്ലൊരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ക്ലോസറ്റും കൊടുത്തിട്ടുണ്ട്. ഒരു ടാപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് വരുന്ന ആൾക്ക് യൂസ് ചെയ്യാനായിട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് നേരെ ഈസ്റ്റ് സൈഡിലേക്ക് പോകാം. മതിലിൻ്റെ ഡിസൈൻ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്ന സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെയായിട്ടാണ് നമുക്ക് ഗ്യാസിൻ്റെ സിലിണ്ടർ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തുള്ളത്. ഗേജൊക്കെ കൊടുത്ത് ഭംഗിയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഈസ്റ്റ് സൈഡിലാണ്, അത് സൗത്ത് സൈഡിലാണ്. അപ്പോൾ സൗത്ത് ഈസ്റ്റ് കോർണറാണ്. ഇവിടെയായിട്ട് ഒരു അലക്കയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്പേസ് കൊടുത്തിട്ടുണ്ട്. അത് മണ്ണായിട്ട് തന്നെയാണ് ഇട്ടിരിക്കുന്നത്. എന്തെങ്കിലും പച്ചക്കറി നടാനായിട്ട് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ട് ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. വീണ്ടും നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെയും ഒരു ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. ധാരാളം സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗവും ഒരു വഴിയായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ വീടിന് ഒരു പ്രൈവസിയും കിട്ടും. ചുറ്റും ടാപ്പ് പോയിന്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല ചെടികളൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് വെള്ളം കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ വീടിനകത്തേക്ക് വരികയാണ്. ഫ്രണ്ട് എലിവേഷൻ ഭാഗമായിട്ട് വരുന്ന വർക്കുകളാണ് ഈ കാണുന്ന ഗ്രൂ എല്ലാം. അതിനകത്തൊക്കെ LED ലൈറ്റുകളൊക്കെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സിറ്റ് ഔട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഒരു 3 ചെയർ ഈസി ആയിട്ട് ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ വീടിനകത്തേക്ക് വരികയാണ്. നേരെ നമ്മൾ വീടിനകത്തേക്ക് വന്നു. നല്ലൊരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഒരു വുഡിൻ്റെ ടെക്സ്റ്റും വരുന്നുണ്ട്. ഇത് വെസ്റ്റ് സൈഡാണ്. ഫ്രഞ്ച് വിൻഡോസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. 2 പാളി ജനൽ വന്നിട്ടുണ്ട്. പാനൽ ചെയ്തിട്ടുണ്ട്. ഇത് സൗത്ത് സൈഡാണ്. അവിടെയും 2 പാളി വീതം ജനൽ വന്നിട്ടുണ്ട്. അതും പാനൽ ചെയ്തിട്ടുണ്ട്. കയറി വരുന്ന ഭിത്തി നല്ല രീതിയിൽ ടെക്സ്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കളർ പാറ്റേണും ഭംഗിയായിട്ട് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് പോകാം. ഈ ഡൈനിങ് ഏരിയയിലേക്ക് പോകുന്ന എൻട്രൻസ് ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അതിനകത്തൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് വെക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ലിവിങ് സ്പേസിലേക്ക് തന്നെയാണ് വന്നുള്ളത്. അത് ഗസ്റ്റ് ലിവിംഗ് ആണ്. ഇത് ഫാമിലി ലിവിംഗ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് TV യൂണിറ്റ് കൊടുത്തുള്ളത്. അത് ടിൽറ്റ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തുള്ളത്. ഇതിൻ്റെ മേലെയായിട്ട് ഭംഗിയായിട്ട് ഫോൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. കയറി വരുന്ന എൻട്രൻസ് ആണ് ഈ കാണുന്നത്. അവിടെയായിട്ട് പെർഗോളാസും ഡിസൈനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫാമിലി ലിവിംഗ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് പോകാം. ഈ കാണുന്ന സെപ്പറേഷൻ ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. LED ലൈറ്റിലും വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഡൈനിങ് ഏരിയയിലാണ് വന്നുള്ളത്. വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. മേലെ ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്. ഈസ്റ്റ് സൈഡാണ്. 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ധാരാളം സൂര്യപ്രകാശം കടന്നു വരുന്ന രീതിയിൽ ഭംഗിയായിട്ടാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ലൊരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ വാഷ് ബേസിനാണ് വന്നുള്ളത്. നല്ലൊരു ഗ്രാനൈറ്റിൻ്റെ മേലെ അത് പ്ലേസ് ചെയ്തിരിക്കുകയാണ്.
ഫുൾ ടു ഫുൾ പാനൽ ചെയ്തിട്ടുണ്ട്. അതൊരു വുഡിൻ്റെ ടെക്സ്ചറിൽ PVC പാനലിംഗ് ആണ് വന്നുള്ളത്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വാഷ് ഏരിയ വിത്ത് ഒരു കോക്കറി ഷെൽഫും കൂടിയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതും ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു കൗണ്ടർ കിട്ടിയിട്ടുണ്ട് നമുക്കിവിടെ. ഇവിടെ ആയിട്ട് നമുക്കൊരു ചെയറോ സ്റ്റൂളോ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഗ്രാനൈറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. മേലെയായിട്ട് ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. നല്ല രീതിയിലാണ് കിച്ചൻ്റെ വർക്ക് കൊടുത്തുള്ളത്. ഇനി ഡൈനിങ് ഏരിയയിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് TV കാണാവുന്നതാണ്. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഡൈനിങ് ഏരിയയിൽ ഇരുന്ന് TV കാണാം, വേണമെങ്കിൽ ഫാമിലി ലിവിങ് സ്പേസിലിരുന്ന് കാണാവുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് കിച്ചൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. L ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. നല്ല വീതിയുള്ള സ്ലാബ് തന്നെയാണ് വന്നുള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു മിക്സഡ് ടാപ്പ് വന്നിട്ടുണ്ട്. ജാഗോൻ്റെ ടാപ്പാണ് വന്നുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വന്നിട്ടുണ്ട്. ധാരാളം സ്റ്റോറേജ് സ്പേസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇത് നോർത്ത് സൈഡാണ്. 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഈസ്റ്റിലേക്ക് നമുക്ക് പാചകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹുഡും ഹൂബും അറേഞ്ച് ചെയ്യാം. അവിടെ എക്സോസ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കബോർഡ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നല്ലൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് കിച്ചണിലേക്ക് പോവാം. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സെക്കൻഡ് കിച്ചനും കൂടി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതും ഒരു L ഷേപ്പിൽ തന്നെയാണ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്കും ഒരു ടാപ്പും വന്നിട്ടുണ്ട്. ഇത് നോർത്ത്, ഇത് ഈസ്റ്റ്. അപ്പം ഈസ്റ്റിൽ 2 പാളി വീതം ജനലുള്ള 2 വിൻഡോസ് വന്നിട്ടുണ്ട്. നോർത്തിൽ ഒരു വിൻഡോസ് ആണ് വന്നുള്ളത്. കിഴക്കോട്ട് പാചകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫുഡും ഹോപ്പും നമുക്ക് ഇവിടെയും അറേഞ്ച് ചെയ്യാവുന്നതാണ്. ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ സ്പേഷ്യസ് ആയിട്ടുള്ള 2 കിച്ചണാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്തും സ്റ്റീലിൻ്റെ ഡോറ് തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം പ്രധാന ഡോറുകൾ സ്റ്റീലിൻ്റെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം. നമ്മളിപ്പോൾ ഫസ്റ്റ് ബെഡ്റൂമിലാണ് വന്നുള്ളത്. ഈ കാണുന്നത് ഈസ്റ്റ് സൈഡാണ്. ഈസ്റ്റ് സൈഡിലേക്ക് ഹെഡ് പൊസിഷൻ വെക്കുന്നതിന് വേണ്ടിയിട്ട് ബെഡ് സ്വിച്ചും കാര്യങ്ങളും കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇതിൻ്റെ നീളം വരുന്നത് 12.5 അടി നീളവും 11 അടി വീതിയുള്ള ബെഡ്റൂമാണ്. ഭംഗിയുള്ള കബോർഡ് കൊടുത്തിട്ടുണ്ട്. കമ്പ്യൂട്ടർ ടേബിൾ വരുന്നുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കബോർഡ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. ബാത്റൂമിലേക്ക് കയറുന്ന ഭാഗത്ത് തന്നെയായിട്ടാണ് വാഷ് കൗണ്ടർ കൊടുത്തിട്ടുള്ളത്. ഗ്രാനൈറ്റിനെ മേലെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. താഴെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ്. LED ലൈറ്റുകളൊക്കെ വരുന്നുണ്ട്. നേരെ ബാത്റൂമിൻ്റെ അകത്തേക്ക് വരാം. ഡൈവേർട്ടറാണ് വന്നുള്ളത്. ജാഗോൻ്റെ ഡൈവേർട്ടർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഹീറ്ററിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റിനുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. അതും സെറയുടെ തന്നെയാണ് വന്നുള്ളത്. നല്ല മാറ്റ് ടൈൽ തന്നെയാണ് ഒട്ടിച്ചിട്ടുള്ളത്. പിന്നെ നല്ല ക്വാളിറ്റി ഉള്ളൊരു ഡോറും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. ഇനിയിപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് വരുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. നല്ല ലെങ്തി ആയിട്ടുള്ള ബെഡ്റൂമാണ് വന്നുള്ളത്. 14 അടി നീളവും 11 അടി വീതിയുള്ള വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇത് വെസ്റ്റ് സൈഡ്, ഈ കാണുന്നത് സൗത്ത് സൈഡാണ്. ഇതിൻ്റെ മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. നല്ല വലിപ്പമുള്ള കബോർഡും കൊടുത്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് ടേബിൾ അടക്കമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഒന്ന് നോക്കാം. കയറി വരുന്നിടത്ത് തന്നെ നല്ലൊരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. സെറയുടെ ഫിറ്റിംഗ്സ് ആണ്. മിറർ, ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ബാത്റൂമിലേക്ക് വരാം. ഡൈവേർട്ടർ വന്നിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. ഹീറ്റിൻ്റെ പോയിന്റ് വന്നിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അപ്സ്റ്റെയറിലേക്കാണ് പോകുന്നത്. സ്റ്റെയറിന് അടിയിലായിട്ട് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസും മറ്റുമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നല്ലൊരു ഡിസൈനും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കാവുന്നതാണ്. സ്റ്റെയറിനടിയിൽ നമുക്ക് ഇൻവെർട്ടർ വയ്ക്കാവുന്നതാണ്. DB ബോക്സ് ആണ് ഈ കാണുന്നത്. 3 ഫേസ് ലൈനാണ് വന്നുള്ളത്. ലെഗ്രാൻഡിൻ്റെ ഫിറ്റിംഗ്സ് ആണ് കംപ്ലീറ്റ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് മേലേക്ക് പോകാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. ഒരു ഗ്രിപ്പുള്ള ഗ്രാനൈറ്റ്, അതായത് ലെപ്പോത്ര എന്ന് പറയുന്ന ഒരു ഗ്രാനൈറ്റാണ് കൊടുത്തുള്ളത്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്. സ്റ്റീലിൻ്റെ ഹാൻഡിലാണ്. ഈസി ആയിട്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു വിൻഡോ വരുന്നുണ്ട്. ഇത് നോർത്ത് സൈഡിലുള്ള വിൻഡോ ആണ്. നമുക്ക് ഈസി ആയിട്ട് മേലേക്ക് വരാം. നല്ല വിശാലമായിട്ടുള്ളൊരു അപ്പർ ലിവിങ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. പെർഗോളാസ് വരുന്നുണ്ട്. അതിൽ നല്ലൊരു CNC കട്ടിങ്ങും അപ്പുറത്തൊരു ഗ്ലാസിൻ്റെ വർക്കും കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. മനോഹരമായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നല്ലൊരു ഡിസൈൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ്സോ അല്ലെങ്കിൽ ഫ്ലവറോ നമുക്ക് വയ്ക്കാവുന്നതാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു അപ്പർ ലിവിങ് സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. നമ്മളിപ്പോൾ ഇതിൻ്റെ അപ്പർ ലിവിങ് സ്പേസിലെ മാസ്റ്റർ ബെഡ്റൂമിലാണ് വന്നുള്ളത്. 14 അടി നീളവും 11 അടി വീതിയുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റൊക്കെ വരുന്നുണ്ട്. നല്ല വലിപ്പമുള്ളൊരു കബോർഡും കൊടുത്തിട്ടുണ്ട്. അതിന് കമ്പ്യൂട്ടർ ടേബിളും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള കബോർഡാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം.
ബാത്റൂമിലേക്ക് എൻ്റർ ആവുന്ന ഭാഗത്ത് തന്നെയായിട്ട് ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്, മിറർ വരുന്നുണ്ട്, LED ലൈറ്റ് വരുന്നുണ്ട്, സ്റ്റോറേജ് സ്പേസ് ധാരാളം കൊടുത്തിട്ടുണ്ട്. നേരെ ബാത്റൂമിലേക്ക് കയറാം. വാഷ് ബേസും വരുന്നുണ്ട്. ഇനി മിററും ലൈറ്റും മാത്രമേ ഉള്ളൂ. ഡൈവേർട്ടർ കൊടുത്തിട്ടുണ്ട്, റെയിൻ ഷവർ വന്നിട്ടുണ്ട്, ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്, സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. താഴെ മാറ്റ് ടൈല് വിത്ത് ക്ലോസി, സെയിം ഡോർ തന്നെയാണ് വന്നുള്ളത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. നമ്മളിപ്പോൾ അപ്പർ ലിവിംഗ് സ്പേസിൽ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് വന്നുള്ളത്. ഇതിൻ്റെ നീളം വരുന്നത് 13 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂം നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. നല്ലൊരു കബോർഡായിട്ടാണ് കൊടുത്തിട്ടുള്ളത്, അതായത് ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. മിററൊക്കെ സെറ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ ബാത്റൂമിലേക്ക് പോകാം. നല്ലൊരു വാഷ് കൗണ്ടർ നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്, സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റ് വരുന്നുണ്ട്, മിറർ വരുന്നുണ്ട്. ക്യൂട്ടായിട്ടുള്ളൊരു വാഷ് ബേസിനാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് അകത്തേക്ക് വരാം. ജാഗോൻ്റെ ഒരു ഡൈവേർട്ടർ, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ്, സിംഗിൾ പീസ് ക്ലോസറ്റ്. നല്ലൊരു ബാത്റൂം തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടിയിട്ടുള്ളത്. മാറ്റ് ടൈലാണ് ഫുള്ള് വന്നുള്ളത്. പിന്നെ എല്ലാ ബെഡ്റൂമിൻ്റെയും ഡോറും നല്ല മരത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളിനി അടുത്ത യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് പോകുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ, അതും ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷി പോലും കടന്നു വരാത്ത രീതിയിൽ ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. എന്നാൽ എയർ ഫ്ലോ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും, അതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. മേലെ ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, നല്ല ക്വാളിറ്റി ഉള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. വിശാലമായിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ. അലക്കി വിരിച്ചിടാൻ ഇത് തന്നെ ധാരാളമാണ്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വന്നിട്ടുണ്ട്, വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്, മിറർ വരുന്നുണ്ട്. ഇനി അവിടെ ഒരു ലൈറ്റ് പോയിന്റ് മാത്രമേ വരാനുള്ളൂ. ഇനി ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറുന്നതും ഇതിൽ നിന്ന് തന്നെയാണ്. നമുക്ക് മേലേക്കൊന്ന് കയറിയിട്ട് വരാം. ലൈറ്റ് കടന്ന് വീഴുന്നതിന് വേണ്ടിയിട്ട് ട്രാൻസ്പെറൻറ്റ് ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് മേലേക്ക് കയറാം. നല്ല ക്വാളിറ്റി ഉള്ള വർക്കാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഓപ്പൺ ടെറസ് ഏരിയയാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ടാങ്ക് വെക്കാനുള്ള ഭാഗം തന്നെ 2 പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന് വെൽ വാട്ടറിനും പിന്നെ ഒന്ന് KW വാട്ടറിനും. അപ്പോൾ അതിൻ്റെ ടാങ്ക് വരാനുണ്ട്. അത് നമുക്ക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ടാങ്ക് വേണമെങ്കിൽ നമുക്ക് വെക്കാവുന്നതാണ്. ഇനി ഇവിടെയായിട്ട് നമുക്ക് സോളാറിൻ്റെ വാട്ടർ ഹീറ്റർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കിച്ചണിൽ വരെ കിട്ടുന്ന രീതിയിലാണ് പ്ലംബിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത്. നല്ല സ്പേഷ്യസ് ആയുള്ള ഒരു ഓപ്പൺ ടെറസ് ഏരിയയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് പോകാം. നമ്മളിപ്പോൾ ഇതിൻ്റെ കവേർഡ് ബാൽക്കണിയിലാണ് വന്നുള്ളത്. ഫ്രണ്ടിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ, ഇവിടെ ടഫിൻ്റെ ഗ്ലാസ് വന്നിട്ടുണ്ട്, ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റുകൾ വരുന്നുണ്ട്, ഒരു 3 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. അപ്പോൾ നല്ലൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. സ്ഥലം വരുന്നത് 5 സെൻറ്റ് 850 ലിങ്സ് ലാൻഡിൽ 2750 സ്ക്വയർ ഫീറ്റാണ്. താഴെ ഇതിന് 2 ബെഡ്റൂമും മേലെ ഇതിന് 2 ബെഡ്റൂമും ഒരുക്കിയിട്ടുണ്ട്. വിശാലമായിട്ടൊരു അപ്പർ ലിവിംഗ് സ്പേസും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയയും കൊടുത്താണ് വീട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില 1,15,00,000 രൂപ മാത്രമാണ്. ചോദിക്കുന്ന വിലയാണ്, വില നെഗോഷ്യബിൾ ആണ്. നല്ലൊരു ഏരിയയിൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീട് വരുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയൊരു പ്രോജക്റ്റും കൂടിയാണ്. അപ്പോൾ മടിക്കാതെ തന്നെ കോൺടാക്ട് ചെയ്തോളൂ. ഇതുപോലുള്ള നല്ല വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.